ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വി കുഞ്ഞികൃഷ്ണന്റെ കഥയാണ്. വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ നേരത്തെ സഖാവ് കുഞ്ഞികൃഷ്ണനായിരുന്നു, ഇപ്പോൾ വെറും വി കുഞ്ഞികൃഷ്ണനാണ്. കാരണം പാർട്ടിയിലെ കണ്ണൂർ ലോബിക്കെതിരെയും പിണറായി സത്തിനെതിരെയും ശക്തമായി പോരാടിയ ഒരു വ്യക്തി തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ ഒടുവിൽ വന്ന അപ്ഡേറ്റ് പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ. ഇത് പാർട്ടിക്ക് ചെറുതായിട്ടൊന്നല്ല, വലിയ ക്ഷീണം തന്നെയാണ് വരിക. എന്താണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം, വി കുഞ്ഞികൃഷ്ണൻ ആരാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വി കുഞ്ഞികൃഷ്ണൻ, സഖാവ് വി കുഞ്ഞികൃഷ്ണനിൽ നിന്ന് വെറും വി കുഞ്ഞികൃഷ്ണനിലേക്ക് ആയ കഥ നമുക്ക് കേട്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം പിന്നെ ഒരു കേന്ദ്ര ബിന്ദു, വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി. പക്ഷേ ഈ വിവാദം സൃഷ്ടിച്ചത് അദ്ദേഹമല്ല. രക്തസാക്ഷി ഫണ്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടിയിൽ നിന്നും രക്തസാക്ഷി ആയിക്കഴിഞ്ഞാൽ ആ രക്തസാക്ഷി ആയവരെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. എല്ലാവരുടെ അടുത്തുനിന്നും സമാഹരിച്ച് ബക്കറ്റ് പിരിവ് ഉൾപ്പെടെ സമാഹരിച്ച് കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത്. ഈ രക്തസാക്ഷി ഫണ്ടിൽ തന്നെ അഴിമതി, തിരിമറി, പിന്നെ മറ്റുള്ള നേതാക്കന്മാരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് കൈമാറി എന്നുള്ള മാരകവും ഗുരുതരവുമായിട്ടുള്ള ആരോപണങ്ങളാണ്, ചില തെളിവുകൾ ഉൾപ്പെടെയാണ് വി കുഞ്ഞികൃഷ്ണൻ കണ്ടെത്തിയതും അത് പൊതുമധ്യത്തിൽ പ്രചരിപ്പിച്ചതും. ഇത് പാർട്ടിക്ക് നല്ല രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ ഒരു കോട്ടം തന്നെയാണ്. മുൻനിരയിൽ നിൽക്കുന്ന പല നേതാക്കന്മാർക്കും എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പലർക്കും ഈ ഒരു രക്തസാക്ഷി ഫണ്ടിന്റെ തിരിമറി അറിയാമായിരുന്നു. പക്ഷേ ആരും ശബ്ദിച്ചില്ല. സത്യം തുറന്നു പറയുകയും അത് തുറന്നു കാട്ടുകയും ചെയ്ത വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതി എത്തിയപ്പോൾ അദ്ദേഹം സ്വയം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. ധൻരാജ് രക്തസാക്ഷി ഫണ്ട്, ഈ വിഷയം നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം. സി വി ധൻരാജ് 2016 കണ്ണൂർ പയ്യന്നൂരിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്, രക്തസാക്ഷിയാകുന്നത്. അദ്ദേഹം രക്തസാക്ഷി ആയ ശേഷം അദ്ദേഹത്തിന്റെ അനാഥമായ കുടുംബത്തിന് കൈത്താങ് എന്ന നിലയിലാണ് കോടികൾ സമാഹരിച്ചത്. 1 കോടി രൂപയോളം പാർട്ടി രക്തസാക്ഷി ഫണ്ടിൽ നിന്നും സമാഹരിച്ചിട്ടുണ്ട്. പൊതുമധ്യത്തിൽ നിന്നും ബക്കറ്റ് പിരിവായിട്ടും എല്ലാരിൽ നിന്നും സമാഹരിച്ച തുക തന്നെയാണ് 1 കോടി രൂപ. ഈ 1 കോടി രൂപ സമാഹരിച്ചിട്ട് ഇവർക്ക് എത്ര രൂപയാണ് കൊടുത്തതെന്ന് നമുക്കറിയണ്ടേ? അതാണ് ഞെട്ടിക്കുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 കോടി സമാഹരിച്ച രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 34 ലക്ഷം രൂപയാണ് ധൻരാജിന്റെ കുടുംബത്തിന് വീട് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. അപ്പോഴും ബാക്കി തുക എവിടെ പോയി? അതൊരു ചോദ്യം തന്നെയല്ലേ. വീട് നിർമ്മാണം, ധനസഹായം, കേസ് ചെലവ്, ഇത് മൂന്നും കണക്കാക്കിയിട്ടാണ് 1 കോടി രൂപയോളം സമാഹരിച്ചത്. ഇവിടെയാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതും തെളിവ് കാണിക്കുന്നതും ഇങ്ങനെയാണ്. 29.25 ലക്ഷം കോൺട്രാക്ടർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ നേതാക്കന്മാരുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക്, അതായത് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൈമാറി. 2 ലക്ഷം എന്തിനെന്നറിയാത്ത ചെലവിനായിട്ട് 2 ലക്ഷം രൂപ ചെലവാക്കിയെന്നാണ് എഴുതി തള്ളിയിരിക്കുന്നത്. ബാക്കി 40 ലക്ഷം രൂപ എവിടെ പോയെന്ന് അറിയണ്ടേ? പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിനായിട്ട് ചെലവഴിച്ചു. ഇതൊക്കെയാണ് ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് സമാഹരിച്ച തുകയുടെ വരവ് ചിലവ് കണക്കുകൾ. എങ്ങനെ ഇരിക്കുന്നു? LDFിന്റെ പുതിയ ടാഗ്ലൈൻ ഇതിനോട് 100% യോജിക്കുന്നതാണ്. രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്താൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഈ ഒരു മുദ്രാവാക്യം എന്തോരം കണക്റ്റഡ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണവും അതിനുശേഷം പാർട്ടി നേതാക്കന്മാർ പ്രതികരിച്ചതും അദ്ദേഹത്തെ പുറത്താക്കാൻ വരെ ശ്രമിച്ചത് മാത്രം എടുത്തു നോക്കിയാൽ മതി. വി കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിലേക്ക് പരനാറി വർഗവഞ്ചക മുദ്രാവാക്യങ്ങളുമായി എത്തിയ CPM പ്രവർത്തകർ പടക്കം പൊട്ടിച്ചു. രക്തസാക്ഷി ധനരാജിന്റെ കുടുംബാംഗത്തിന്റെ കല്യാണത്തിനായി കുഞ്ഞികൃഷ്ണൻ പോയ സമയത്തായിരുന്നു പ്രകടനം. ഒടുവിൽ അറിയാൻ കഴിഞ്ഞ TK ഗോവിന്ദൻ വരെ ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം തുറന്നു കാട്ടിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നോ? കൃഷ്ണനാണ്, അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ തന്നെയാണ് അത് തുറന്നു പറഞ്ഞത്. അതും ശരിയായ ആരോപണങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത് സംബന്ധിച്ച് ആരോപണം ഉണ്ടായപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കുറച്ച് വൈകി എന്നുള്ളത് ശരിയാണ്. അതിന് കാരണം അതിൻ്റെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ്, കോവിഡ്, ഇതൊക്കെ വന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു കാലതാമസം വന്നു. പക്ഷെ കാലതാമസം വന്നിട്ടുണ്ടെങ്കിലും പാർട്ടി ജില്ലാ കമ്മിറ്റി ആ കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ എടുത്ത് അന്വേഷണ കമ്മീഷനെയൊക്കെ നിശ്ചയിച്ചു. അതുപോലെ തന്നെ ആ കമ്മീഷൻ കണ്ടെത്തിയ കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റിന് മുമ്പാകെ വന്നു. ആ കാര്യം വിശദമായി സംസാരിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ ഈ കണക്കിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി വീണ്ടും
ആ കമ്മിറ്റി, ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ ഇടപെട്ടു. അപ്പോൾ അതിൽ ഇടപെട്ട സന്ദർഭത്തിൽ പല കണക്കുകളുടെ അവ്യക്തതയുണ്ട്. കാരണം അവിടെ 2-3 സംഭവങ്ങൾ, ഇലക്ഷൻ നടന്നു, ഒരു കെട്ടിട നിർമ്മാണം നടന്നു, ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ ഈ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നതെല്ലാം കറക്റ്റ് ആണ്. കാരണം തെളിവ് സഹിതം വി കുഞ്ഞികൃഷ്ണൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇത്ര രൂപ ഇത്രയെടുത്ത് ചെലവാക്കി എന്നുള്ള തെളിവ് സഹിതം കുഞ്ഞികൃഷ്ണന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കാണിക്കേണ്ടടുത്ത് കാണിച്ചു. MV ഗോവിന്ദൻ, അതായത് ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വരെയും ഈ കണക്കറിയാം. ഗോവിന്ദ മാഷ് വരെയും ഇവർക്ക് സപ്പോർട്ടാണ്. അപ്പോൾ യഥാർത്ഥ രക്തസാക്ഷി ഫണ്ടിലേക്ക് സമാഹരിച്ച തുക ഇങ്ങനെ പാർട്ടി ഓഫീസിലെ ആവശ്യങ്ങൾക്കും കോൺട്രാക്ടർക്ക് കൊടുക്കാനും വ്യക്തിഗത അക്കൗണ്ടിലേക്ക് കൊടുക്കാനും അനാവശ്യമായ ചെലവുകൾക്ക് ചെലവാക്കാനുമാണെങ്കിൽ എന്തിനാണ് രക്തസാക്ഷി ഫണ്ട്, ആ മരിച്ച രക്തസാക്ഷിയുടെ പേര് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എന്തിനാണ് ആ കുടുംബത്തെ ആവശ്യമില്ലാതെ ചൂഷണം ചെയ്യുന്നത്? ഈ ഗുരുതരമായ ആരോപണത്തിൽ CPM പ്രതികരിച്ചതിന് ഒരു നയ പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം കോൺട്രാക്ടർക്ക് കൊടുത്തു, വ്യക്തിഗത അക്കൗണ്ടിലേക്ക് കൊടുത്തു, അനാവശ്യമായ ചെലവായിട്ട് എഴുതി തള്ളി, പിന്നെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു 34 ലക്ഷം രൂപ വീട് വെക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് പൈസ നഷ്ടപ്പെടുന്നത് സഖാക്കളെ? ഏറെ നാളത്തെ രാഷ്ട്രീയ പരിജ്ഞാനത്തിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തട്ടെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ മെയിൻ ആയിട്ടും ആഡ് ചെയ്തേക്കുന്ന ഒരു കാര്യം രക്തസാക്ഷി ഫണ്ട് വിവാദം വരെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാർട്ടിയിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടോ, അച്ചടക്ക നടപടി ഉൾപ്പെടെ പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ കണ്ണടയ്ക്കും, ചില കാര്യങ്ങൾ കണ്ണടക്കില്ല, ചിലരെ ചോദ്യം ചെയ്യും, ചിലരെ ചോദ്യം ചെയ്യില്ല. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ തിക്കിത്തിരക്കിയത്. പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ ഔദ്യോഗികമായി പുറത്താക്കിയെങ്കിലും, അദ്ദേഹം പുറത്തു പോയെങ്കിലും, പക്ഷെ അദ്ദേഹത്തിന് സത്യസന്ധമായിട്ടുള്ള നേതൃപാടവം കൊണ്ട് ഒരുപാട് ആളുകൾ ഇന്നും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് തിങ്ങിക്കൂടിയ ആളുകളുടെ കണക്ക് തന്നെ നോക്കിയാൽ നമുക്ക് കാണാം. പയ്യന്നൂരിലൊരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. എന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിന് മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. പ്രസിഡന്റിന്റെ ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയന്നിട്ടാണ്. പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം പറയാൻ ബാക്കി വെച്ചവയാണ് ഉള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരവും പുസ്തകം വായിച്ചാലും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മളെല്ലാം നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരയാണെന്ന് കണ്ണടച്ച് ഉച്ചവെയിൽ നിലാവെളിച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങിയാലേ നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരാകൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. CPM ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഐക്യദാർഢ്യവുമായിട്ട് 100 കണക്കിന് പേരാണ് എത്തിയത്. നമുക്കൊപ്പം KC ബിബിൻ. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ ആ പുസ്തകം ആദ്യമായി ഏറ്റുവാങ്ങിയ VS അനിൽകുമാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ, അതായത് പിറ്റേ ദിവസം ഗേറ്റിന് മുന്നിൽ റീത്ത് വച്ചിട്ട് പോയ സഖാക്കളാണ് രക്തസാക്ഷി ഫണ്ടിനെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? നാളെ VS അനിൽകുമാറിന്റെ വീടിന്റെ മുന്നിൽ വെച്ച റീത്ത് നാളെ ആ വീടിന്റെ ഉള്ളിൽ വെക്കുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? സത്യം പറയുന്നവനെ രക്തസാക്ഷിയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ നാവ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ ഇപ്പോഴും സഖാക്കൾ നടക്കുന്നത്, അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുന്നത്? വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം വൻ പ്രതിഷേധമാണ് കേരളത്തിൽ അവിടെ ഇവിടെയായിട്ട് അരങ്ങേറിയത്. ആ പ്രതിഷേധത്തിൽ പരോളിൽ ഇറങ്ങിയ VK നിഷാദ് എന്ന കൊലക്കേസിൽ പ്രതിയും പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ്, കൊലക്കേസിൽ പ്രതികൾക്കൊക്കെ പരോളിൽ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പാർട്ടിയുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാനുള്ള അനുമതി കൂടി സർക്കാർ കൊടുക്കുന്നുണ്ടോ? അതോ സർക്കാരിന് വേണ്ടി അകത്തായതിന്റെ ഒരു പാരിതോഷികം എന്ന പോലെയാണോ ഇപ്പോൾ ഈ പരോളൊക്കെ ആയി മാറിയിട്ടുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്.
സത്യം പറയുന്നവർക്കെതിരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് ചാപ്പ് കുത്തുകയും പാർട്ടിയെ ഒറ്റിക്കൊടുത്തു എന്ന് ചാപ്പ് കുത്തുകയും ചെയ്തു. ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞു, ജി സുധാകരന്റെ ഒരു കാര്യവും പറഞ്ഞു. അദ്ദേഹം ഇതേപോലെ തന്നെ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്ത പേരാണ് വർഗവഞ്ചകൻ. എന്താണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. സുധാകരൻ ആണെങ്കിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു, വി കുഞ്ഞികൃഷ്ണൻ ആണെങ്കിൽ കണ്ണൂരില് പയ്യന്നൂരിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഈ സമയത്താണ് പാർട്ടിയെ ഒന്നുകൂടി ചൊടിപ്പിക്കുന്ന രീതിയിൽ പിന്നെയും ഓരോ വിവാദങ്ങൾ പൊന്തി വരുന്നത് സഖാക്കന്മാരെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിച്ചോളൂ. കാരണം എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, എല്ലാം ജനങ്ങൾ കാണുകയുണ്ട്, എല്ലാം ജനങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യും.